പ്രൈസ് ലോർഡ്. ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ സർവശക്തൻ ഒരുക്കി തന്ന എല്ലാ പദവികൾക്കായും സ്തോത്രം ചെയ്യുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് വചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇന്ന് പകലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് കർത്താവ് എനിക്ക് വേണ്ടി വലിയ ചെയ്യും എന്ന് വിശ്വസിക്കാമോ? എന്നെയും തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി കർത്താവിൻ്റെ കരം ഇന്ന് നിങ്ങളെ തൊടും. ഏതെല്ലാം സ്ഥലത്തിരുന്നാണോ, ഒരുപക്ഷെ ജോലി സ്ഥലത്തിരുന്നായിരിക്കാം, വീട്ടിലിരുന്നായിരിക്കാം, വാഹനത്തിലിരുന്നായിരിക്കാം. പക്ഷേ ഇന്ന് പകല് ഒരാൾക്ക് വേണ്ടിയല്ല, അനേകരുടെ ജീവിതത്തിൽ ഇതാശ്വാസവും സമാധാനവും ആയിത്തീരും. ഈ ലോകം തിന്മകൾ കൊണ്ട് നിറയുമ്പോൾ നമ്മളെ വേദനിപ്പിക്കുന്ന, നമ്മുടെ തിന്മയെ ആഗ്രഹിക്കുന്ന, നമുക്കെതിരെ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. തിരുവചനം പറയുന്നു, റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു: നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, ശപിക്കാതെ അനുഗ്രഹിക്കീൻ. 17-ാമത്തെ വാക്യം പറയുന്നു, ആർക്കും തിന്മയ്ക്ക് പകരം തിന്മയാതെ സകല മനുഷ്യരുടെ മുൻപിൽ യോഗ്യമായത് കരുതി കഴിയുമെങ്കിൽ നിങ്ങളാലാവോളം സകല മനുഷ്യരോടും സമാധാനം ഉള്ളവരായിരിപ്പീൻ. ഇത് നമുക്ക് വലിയ പ്രയാസമുള്ള കാര്യമാണ്. യേശു ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എപ്പോൾ കാൽവരി ക്രൂശിൽ രക്തം ചിന്തിയോ ആ സമയത്തൊക്കെ പ്രാർത്ഥിച്ചൊരു കാര്യമുണ്ട്: ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, അതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ഇന്ന് കാണുന്ന, നമുക്ക് ചുറ്റും കാണുന്ന കുടുംബത്തിലുള്ളവരാകട്ടെ, നാട്ടിലുള്ളവരാകട്ടെ, അറിഞ്ഞതും അറിയാത്തതുമായ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, സന്തോഷം സമാധാനമൊക്കെ നമ്മുടെ ജീവിതത്തിലും നഷ്ടപ്പെടാറുണ്ട്. പല കുടുംബങ്ങളിലും സമാധാനമില്ലാതെ ഇരിക്കുന്നുണ്ട്. എന്ന കർത്താവ് പറയുന്നു, അതിനെ നന്മ കൊണ്ട് ജയിക്കണം. ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക. 20-ാമത്തെ വാക്യം അങ്ങനെ പറയാം: ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കും. അവർ മാനസാന്തരപ്പെടാൻ പ്രാർത്ഥിക്കുക. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയങ്ങളിൽ നിറയാൻ പ്രാർത്ഥിക്കുക. പകരത്തിന് പകരം ചെയ്യാതെ, ശപിക്കുന്നവരെ ശപിക്കാതെ അവരെ അനുഗ്രഹിപ്പാൻ പ്രാർത്ഥിക്കുക. നാം പലപ്പോഴും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഭവനത്തിലെ തിന്മ പലപ്പോഴും വിട്ടുമാറുന്നില്ല. കാരണമില്ലാതെ നമുക്ക് പലപ്പോഴും നമ്മുടെ സമാധാനം കെടുന്ന അവസ്ഥകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. നമുക്ക് കാരണമില്ലെങ്കിൽ നമുക്ക് ആരുടെയും ശാപമേക്കത്തില്ല. എന്നാൽ മറ്റുള്ളവരെ അനുഗ്രഹിച്ചാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. അത് മാത്രമല്ല, നമ്മുടെ സമാധാനം വലുതായിരിക്കും. നമ്മളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണം. കർത്താവിനെ ഉപദ്രവിച്ചവർക്കും കുന്തം കൊണ്ട് കുത്തിയവർക്കും ഒക്കെ കർത്താവ് പ്രാർത്ഥിച്ചു, ഇവരോട് ക്ഷമിക്കണമേ. അതാണ് കർത്താവ് പറയുന്നത്: തിന്മകളെ കീഴടക്കാതിരിക്കട്ടെ. തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ. തിന്മ കീഴടക്കാതിരിക്കണമെങ്കിൽ പ്രാർത്ഥനയിൽ സ്ഥിരത കാണിക്കണം, സ്ഥിരതയോട് പ്രാർത്ഥിക്കണം. ദൈനംദിന ജീവിതത്തിൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് മോശമായി പറയുമ്പോൾ, അവരുടെ നാവ് കൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ നമ്മെ കൊണ്ട് പറയുമ്പോൾ, അവരുടെ മാനസാന്തരത്തിനായി നമ്മൾ പ്രാർത്ഥിക്കണം. അവർ ചെയ്യുന്ന തിന്മയെ നന്മ കൊണ്ട് കീഴടക്കണം, മറ്റുള്ളവരെ അനുഗ്രഹിക്കണം. അതുകൊണ്ടാണ് കർത്താവ് അബ്രഹാമിനോട് പറയുന്നത്: നീ ഒരനുഗ്രഹമായിരിക്കും, നീ നിന്റെ കുടുംബത്തിന് അനുഗ്രഹമായിരിക്കും, ദേശത്ത് അനുഗ്രഹമായി തീരും, നിന്റെ തലമുറയ്ക്ക് അനുഗ്രഹമായി തീരും. നമുക്ക് മുമ്പ് കർത്താവിനെ പകച്ച ലോകമാ, നമ്മളെ പയക്കുന്നവർ ആശ്ചര്യപ്പെടേണ്ട. നാഥന് മുൾമുടി നൽകിയ ഈ ലോകം നമുക്ക് യോഗ്യമല്ല. അതുകൊണ്ട് നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കഴിയുമെങ്കിൽ സകല മനുഷ്യരോടും നമ്മളാലാവോളം സമാധാനമായിരിക്കാം. നമ്മുടെ സമാധാനം നമുക്ക് മാത്രമല്ല, ലോകം മുഴുവനും നമ്മുടെ സമാധാനം വിളങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്